ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. ഇന്ന് ആനിക്ക വിള വെച്ചിട്ടൊരു അടിപൊളി കസർത്തുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വേറൊന്നും അല്ല കേട്ടോ, ആനിച്ചക്ക, ആനിക്ക വിള, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ ആഞ്ഞിലിച്ചക്ക പഴുത്തത് പറിച്ചെടുക്കുന്ന ഒരു തിടുക്കത്തിലാണ്. അച്ഛനാണ് കേട്ടോ ഇത് ചെത്തിയിടുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വീഴുന്നതാണ്, അപ്പുറത്തെ പറമ്പിൽ നിന്ന് വീഴുന്നതാണ്. എന്തായാലും കൂടെ മുറ്റവും ചീത്തയാവതില്ല, നമുക്ക് അടിപൊളി ആനിച്ചക്ക തിന്നാനും പറ്റും. നമ്മൾ ഈ ആനിക്കാവള ഇങ്ങനെ ചെത്തിയെടുത്തതിൽ നിന്ന് പഴുത്തത് നോക്കി പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം പഴുത്തതാണെങ്കിൽ നിലത്തോട്ട് വീണിട്ട് അങ്ങ് ഉടഞ്ഞു പോയിട്ട് അത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല. അത്യാവശ്യം താഴെ വീഴാതെ കിട്ടിയതും അതുപോലെ തന്നെ അധികം പഴുക്കാത്തതുമായിട്ടുള്ളതൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ പറിച്ച് അത് പൊളിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. ഇതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. തലേ ദിവസം പറിച്ച് മാറ്റി വെച്ചതാണ് ഇത്. ദിവസം ഈ പറിച്ചെടുത്തിരിക്കുന്നതിൽ നിന്ന് നമ്മളിത് അടത്തിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കൊട്ടയിലോട്ട് ഇത് പറിച്ച് വെക്കുമായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ആയിരുന്നപ്പോഴത്തേന് എല്ലാം തന്നെ പഴുത്ത് വന്നേനെ. നല്ല മൂത്തതാണ്. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് ഇനി അടത്തി വെക്കാമെന്ന് തീരുമാനിച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം പഴുത്തിരിപ്പുണ്ടായിരുന്നു. അത് ഇതേ തുറന്നു നോക്കിയപ്പോഴത്തേന് അതിൻ്റെ അകത്ത് ആകെ 3-4 ചുള ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കിട്ടിയതാട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കളറ് മാറിയതൊക്കെ നോക്കിയപ്പോൾ ഒന്നും പഴുത്തിട്ടില്ല. ഇനി അടത്തി വെച്ചിട്ട് നമ്മളിതെല്ലാം കുറച്ച്, ഇതിന് മുഴുവൻ കൊണ്ടുവന്നൊന്നുമില്ല, കുറച്ച് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്നപ്പോൾ കൊണ്ടുവന്നേ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടേക്ക് ഇത് മേടിക്കാൻ കിട്ടും, എന്നാലും നമ്മൾക്ക് ഇതുപോലെ ഒറിജിനലായിട്ട് കിട്ടുന്ന അത്ര മധുരമോ അല്ലെങ്കിൽ ഇത് അത്ര ഗുണമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. എന്തായാലും നമുക്കിത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ കൊണ്ടുവന്നതാണ്. അമ്മ ഇത് ഞാനൊക്കെയാണ് ഇത് പെട്ടെന്ന് തന്നെ തുറക്കുവേ. അമ്മ ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഇത് എടുക്കുന്നതൊക്കെ തന്നെ. അമ്മ ഇങ്ങനെയാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തലയും കുത്തി പിടിക്കേണ്ട, നേരെ പിടിച്ചിട്ട് താഴോട്ടാക്കിയാൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പോരുമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ ഇത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും കൂടെ കഴിക്കാൻ നോക്കുകയാണ്. ഇതിന്ന് 2 എണ്ണേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ഞാനും അച്ഛനും കൂടെ കഴിച്ച്, ഒന്ന് അമ്മയും അച്ഛനും കൂടെ കഴിച്ച്. എന്തായാലും ബാക്കി നമുക്കൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നല്ല അസൽ ആനിക്കാവളയാവേ. ഇപ്പോൾ പച്ചയായതുകൊണ്ടാണ് നമ്മൾ ആനിക്ക എന്ന് പറയും. പഴുത്തതിന് നമ്മൾ കോട്ടയംകാർ ആനിക്കാവള എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. എവിടെന്നെങ്കിലും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും അച്ഛൻ ആദ്യം ഇത് എന്നോട് ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ കെട്ടാനായിട്ട് സഹായിക്കാൻ വന്ന്, പിന്നെ ആൾ തന്നെ കെട്ടുന്ന അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഇതിന് ചെറിയൊരു മുള്ള് പോലെ ഉള്ളതുകൊണ്ട് നല്ല പശയുണ്ട്, അതുപോലെ തന്നെ മുള്ള് പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുത്തിക്കൊള്ളും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾ പറഞ്ഞു എനിക്കതൊക്കെ അറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. നമ്മൾ ഈ മാങ്ങയൊക്കെ ആണെങ്കിലും ചെനച്ച മാങ്ങയൊക്കെ പറിച്ചിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും. അതുപോലെ കപ്പളങ്ങ പഴയില്ലേ, അതും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അടുത്ത ആളും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. കാരണം പിള്ളേർക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ, ഇവർക്കൊക്കെ ഇത് അതൊരു അതിശയ കാര്യമാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. വളരെയധികം നൊസ്റ്റാൾജിയ തോന്നുന്ന ഒന്നാണല്ലേ. ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ഇനി പഴുത്തിട്ട് ബാക്കി കാണിക്കാവേ.